രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. വാഗർഭാവസംഭൃതോ വാഗർഭപ്രതിപത്തേ ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഭഗവാൻ ഭീഷ്മകസുതാമേവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവൽ ഉഭയേ മേ കുരുദ്വഹ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളെ ശ്രീശോഭ്രമഹർഷി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അമ്പാടിയുടെ ലീലകളെ തമോ ഗുണപ്രധാനമായിരിക്കുന്ന ലീലകളായിട്ട്, കംസവധം വരെയുള്ള ഭാഗങ്ങളെ രജോ ഗുണലീലകളായിട്ട്, പിന്നീടുള്ള ലീലകളെല്ലാം സത്വഗുണപ്രധാനമായിട്ടുള്ള ലീലകളായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. അങ്ങനെ ദ്വാരകാനാഥനായ ഭഗവാന്റെ മനോമോഹനമായിരിക്കുന്ന ലീലകൾ വർണ്ണിക്കുമ്പോഴാണ് ബലരാമസ്വാമി രേവതിയെയും ശ്രീകൃഷ്ണ ഭഗവാൻ ആ രുക്മിണിയെയും വിധിപ്രകാരം വിവാഹം കഴിച്ചു എന്നാണ്. 8 തരത്തിലുള്ള വിവാഹങ്ങളെക്കുറിച്ച് പറയുന്നു. ബ്രാഹ്മം, ദൈവം, ആർഷം, പ്രാജാപത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം, ഇങ്ങനെ 8 തരത്തിലുള്ള വിവാഹങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കധികം നിശ്ചയമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് എന്താ ചെയ്യണത് നമുക്കറിയില്ലാത്തത് കൊണ്ട് ഇവിടെ ഓരോ തരത്തിലാണ്. അനുരൂപനായിട്ടുള്ള ആളെ ക്ഷണിച്ചു വരുത്തി കുട്ടിയെ കൊടുക്കുക, അങ്ങനെയുള്ളതിനാണ് ബ്രാഹ്മം എന്ന് പേര് പറയുക. യജ്ഞ ഋത്തിക്കുകൾക്ക് ദാനമായിട്ട് കൊടുക്കുക, അതാണ് ദൈവം എന്ന് പറയുക. വരനിൽ നിന്ന് പശുക്കളുമുള്ളതൊക്കെ ശുൽക്കം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ആ കുട്ടിയെ കൊടുക്കുക, അതിനാണ് ആർഷം എന്ന് പേര് പറയുക. പിന്നെ ഒരു കൂട്ടുകാരുണ്ട്, വരം ആവശ്യപ്പെട്ടിട്ട് കന്യാദാനം ചെയ്യുക. അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് ആ കുട്ടിയെ ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ച് ആ കുട്ടിയെ കൊടുക്കുന്ന രീതി, അതിനാണ് പ്രാജാപത്യം എന്ന് പറയുക. പിന്നെ ധനം അങ്ങോട്ട് കൊടുത്തിട്ട് കന്യയെ കൊടുക്കുക, അത് ആസുരം എന്ന് പേര് പറയും. പിന്നെ ഒരു കൂട്ടര് ഗാന്ധർവം, വധൂവരന്മാർ പരസ്പരം ധാരണയോടുകൂടി വിവാഹം കഴിക്കാം, അതാണ് ഗാന്ധർവം. പിന്നെ ഒന്ന് യുദ്ധത്തിൽ കന്യാ അപഹരണം നടത്തുക, ശത്രുക്കളേക്ക് ജയിച്ച് കുട്ടിയെ കൊണ്ടുപോവാം, അത് രാക്ഷസം. പിന്നെ ഏറ്റവും അവസാനത്തെ 8ാമത് കന്യകയെ വഞ്ചിച്ച് ആ കുട്ടിയെ കൊണ്ടുപോവാം, അതാണ് പൈശാചം. ഇതിൽ ഭഗവാൻ 2 തരത്തിലാണ് ചെയ്തത്. ഒന്ന് ഗാന്ധർവ വിധിപ്രകാരവും രാക്ഷസ വിധിപ്രകാരവും. എല്ലാവരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചത് കന്യകയെ സ്വന്തമാക്കിയപ്പോൾ അത് രാക്ഷസമായി. പിന്നെന്താ, പരസ്പരം അറിഞ്ഞുകൊണ്ട് ധാരണയോടുകൂടി വിവാഹം കഴിക്കുമ്പോൾ അതിൻ്റെ പേര് ഗാന്ധർവം എന്ന് പേര്. ഇങ്ങനെ 2 തരത്തിലാണ് ഭഗവാന്റെ ആ വിവാഹം ഉണ്ടായത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ രുക്മിണി കല്യാണമൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട് എല്ലായിടത്തും. പക്ഷെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് മാത്രം നമ്മൾ അറിയാറില്ല. ആ രുക്മം പോലെ മനോഹരമായിരിക്കുന്ന ഒരു ജീവൻ, ആ ജീവന് എപ്പോഴും മോഹം എന്താ, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. നദിക്ക് എങ്ങനെയാണോ സമുദ്രമായി തീരാൻ മോഹം, അതേപോലെയാണ് നമ്മുടെ ജീവനെല്ലാം മോഹം എപ്പോഴും പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഒരു മലയിൽ ഒരു തുള്ളി വെള്ളം വീഴുണ്ടെന്ന് വെച്ചാൽ ആ വെള്ളം ഒരരയിൽ കൂടി വീണ് അത് അരുവിയായി, അരുവിൽ കൂടി നദിയിലേക്ക് വന്ന് നദിയിൽ വന്ന് സമുദ്രമായി തീരാൻ മോഹം. ഒരു തുള്ളി വെള്ളത്തിന് പോലും താൻ ഒരിക്കലും നശിക്കരുത്, പൂർണ്ണത ഉണ്ടാവണമെന്ന് മോഹിക്കണം. അത് ആ കഥയാണ് നമുക്ക് ശരിക്കും രുക്മിണി കല്യാണം. ഇപ്പോൾ രുക്മം പോലെ മനോഹരമായിരിക്കുന്ന ഒരു ജീവന് അതിനെത്താൻ എൻ്റെ തടസ്സം? ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം എത്രയോ ആളുകൾ വന്നു പോയി. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും ഇഷ്ടമായിട്ടൊന്നല്ല, കണ്ണിനും മൂക്കിനും നാക്കിനും തൊക്കിനും ചെവിക്കും ഒന്നും ഇഷ്ടമല്ല ഇവിടെ വന്നിരുന്ന് ഭാഗവതം കേൾക്കുന്നതോ നാമം ജപിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ഉള്ളിലുള്ള ആ ജീവനാണ് മോഹം. ഭാഗവതം കേട്ട് നാമം ജപിച്ച് കണ്ണനോടൊപ്പം ചേരണം, ഒരിക്കലും നശിക്കാത്തതായിരിക്കുന്ന തൻ്റെ സ്വരൂപസ്മൃതി അതുണ്ടാവണമെന്ന് മോഹിക്കുക. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതാണ് 5 ഏട്ടന്മാർ എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. അവരാണ് അതിന്
തടസ്സമായിട്ട് നിൽക്കുക. ആ തടസ്സത്തിനെ മുഴുവനും മാറ്റിക്കൊണ്ട് ഭഗവാൻ ഇവിടെ വന്ന് കൊണ്ടുപോകാൻ കാരണം എന്താ? ഒരേ ഒരു കാരണം മാത്രമുള്ളൂ, ആ സത്സംഗം. ബ്രാഹ്മണൻ വന്നു എന്നൊക്കെ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചല്ലേ. ബ്രാഹ്മണൻ എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണ, ഈശ്വരനെ അറിഞ്ഞവരുമായിട്ട് നമുക്ക് എപ്പോൾ സംഘം വരണോ ആ നിമിഷം ഭഗവാൻ ഇങ്ങോട്ട് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പോൾ ഭാഗവതം രുക്മിണി കല്യാണം എന്തിനെ കാണിക്കുന്നതാണ്? നല്ലൊരു സത്സംഗത്തിൻ്റെ കഥയാണ്. എങ്ങനെ നമുക്ക് ഭഗവാനോട് ചേരാം, ഒരിക്കലും നാശമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താം. അതിന് സത്സംഗം പോലെ മറ്റൊന്നുമില്ല എന്നാണ്. എപ്പോഴും നമുക്ക് മനഃശാന്തി ഉണ്ടാവാൻ, ആനന്ദം അനുഭവിക്കാൻ, ജീവിതത്തിൽ സുഖം ഉണ്ടാവാൻ എപ്പോഴും നമുക്ക് സത്സംഗം വേണം എന്ന് പറയുകയാണ്. ഒരിക്കൽ പാർവതി പരമേശ്വരന്മാർ കൈലാസത്തിലിരിക്കുന്ന സമയത്ത് അതുപോലെ പാർവതി മഹാദേവനോട് ചോദിച്ചു, അത്രേ മഹാദേവ, ജനങ്ങൾ പ്രാണിവർഗങ്ങൾ ഒക്കെ എന്തുമാത്രം കഷ്ടപ്പെടണം, അറിവുണ്ടെന്ന് പറയുന്ന മനുഷ്യർ പോലും എത്രയാ ദുരിതം അനുഭവിക്കണത് മഹാദേവ, അവർക്ക് ആ ദുരിതങ്ങളിൽ ദുഃഖങ്ങളിൽ നിന്നൊന്ന് കരകയറ്റാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. മഹാദേവൻ പറഞ്ഞു, കരകയറ്റാൻ പറ്റാണ്ടൊന്നല്ല, പക്ഷേ അവരുടെ കർമ്മഫലമാണ് അവരനുഭവിക്കുന്നത്, നമ്മൾ കൊടുക്കുന്നതൊന്നല്ല അവർക്ക്. അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അവരനുഭവിക്കുക. അല്ലാണ്ട് നമ്മളെന്തെങ്കിലും ആർക്കെങ്കിലും ദ്രോഹം ചെയ്യേണ്ടോ പാർവതി? ഒരു ദ്രോഹം ചെയ്യണമെന്നില്ല, അവരുടെ പ്രവൃത്തിയുടെ ഫലം അവരനുഭവിക്കണം, അത്രേ ഉള്ളൂ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും മഹാദേവ, നമ്മൾ ജഗൻ മാതാപിതാക്കളല്ലേ, അവരുടെ ആ ദുഃഖത്തിനെ മാറ്റിക്കൊടുക്കണ്ടേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യട്ടെ, ഈ കാശിയിൽ വന്ന് കാശി വിശ്വനാഥനായിരിക്കുന്ന എന്നെ ഭജിക്കട്ടെ, അവരുടെ എല്ലാ ദുഃഖവും മാറ്റി കിട്ടും. അപ്പോൾ പാർവതി പറഞ്ഞു, എങ്ങനെ മഹാദേവ അത് ശരിയാവുക? എത്രയോ ദൂരെ കിടക്കുന്നവർ, അതിനുള്ള സമ്പത്തൊക്കെ വേണ്ട, എവിടെ വരെ എത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. അങ്ങനെ എല്ലാവർക്കും സാധിക്കുമോ മഹാദേവ? അപ്പോൾ മഹാദേവ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യട്ടെ, വേദമൊക്കെ പഠിച്ച് വേദം ചൊല്ലട്ടെ, വേണ്ട മാതിരി അറിവുണ്ടായാൽ ദുഃഖത്തിൽ നിന്ന് കരകയറാം. പാർവതി പറഞ്ഞു, അതെങ്ങനെ മഹാദേവ? ഒക്കെ സാധിക്കാം, അതിനുള്ള അറിവും വിദ്യാഭ്യാസമൊക്കെ വേണ്ടേ, വേദമൊക്കെ പഠിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ, കടുകട്ടിയായ വേദം മനസ്സിലാക്കാൻ. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ പാർവതി, അവർ ശ്രീരുദ്രൻ ജപിക്കട്ടെ, വളരെ വിശേഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ പാർവതി പറഞ്ഞു, ശ്രീരുദ്രമൊക്കെ കണ്ടെത്തി പഠിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അത് അതിനൊക്കെ ബുദ്ധിമുട്ടല്ലേ, എന്താ മഹാദേവ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ മഹാദേവൻ അവസാനം പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യട്ടെ, അവരെല്ലാം നമശിവായ 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 ഇത് ജപിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നമശിവായ ജപിക്കണം, ആർക്കപ്പത്തിന് സമയം, അതുകൊണ്ട് അതും ആരും തയ്യാറാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ അവസാനം പറഞ്ഞു, എന്നാൽ പാർവതി സത്സംഗം ചെയ്യട്ടെ എന്നാണ്. അപ്പോൾ സജ്ജനങ്ങളോടൊപ്പം അല്പനേരം വന്നിരുന്നാലേ മതി നമ്മുടെ മനസ്സിന് മാറ്റം വരുന്നതാണ്. എത്രമാത്രം സജ്ജനങ്ങളോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണോ അത്രയും നമ്മുടെ മനസ്സിലെ അഴുക്ക് പോയി കിട്ടും. അപ്പോൾ അത്രയും നമുക്ക് നമ്മളെ അറിയണം, മനഃശാന്തി ഉണ്ടാവണമെന്ന് അറിയണമെങ്കിൽ അതിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ, സത്സംഗം. ഇനി ഭാഗവതത്തിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കേൾക്കാം, ക്ഷമയാനി തീർത്ഥാനി ന ദേവ മൃച്ഛലാമയ ഏ പുനന്തുരുകാലേന ദർശനാദേവസാധവ എന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു വാക്കുണ്ടതിൽ. മരങ്ങൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന ക്ഷേത്രങ്ങൾ, ജലമയങ്ങളായിരിക്കുന്ന കാശി ഗംഗാമുള്ളായിട്ടുള്ള നദികളൊക്കെ എത്രയോ കാലം കഴിയണം ഒരാളെ പരിശുദ്ധമാക്കാൻ. പക്ഷേ സജ്ജനങ്ങളെ കണ്ടാൽ മതി എന്നാണ്, ദർശനാദേവസാധനമാണ്. സജ്ജനങ്ങളെ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിന് മാറ്റം വരുന്നതാണ്. അപ്പോൾ എപ്പോഴും മാറേണ്ടത് എന്തായിരിക്കണം? നമ്മുടെ മനസ്സാണ് മാറേണ്ടത് അല്ലേ, അല്ലാണ്ട് ശരീരമല്ല മാറേണ്ടത്. അപ്പോൾ മനസ്സ് മാറി നല്ലതിലേക്ക് വരണമെങ്കിൽ ഈ രുക്മിണിയെ പോലെ നമ്മൾ ഓരോരുത്തരും രുക്മിണിമാരാണ്. നമ്മുടെ കഥയാണ് ഭാഗവതം പറഞ്ഞതെല്ലാം. ഓരോ കഥയും അതിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതെൻ്റെ കഥയാണല്ലോ, ഇതെൻ്റെ കഥയാണല്ലോ. ഈ രാമായണം വായിച്ചാലും നമുക്ക് ഇതേ പ്രതീതി ഉണ്ടാവാം. രാമായണം പഠിക്കാത്തതുകൊണ്ടാകും, വേണ്ട മാതിരി മനസ്സിലാവും, ഇത് എൻ്റെ കഥയായിരുന്നത്, ഇങ്ങനെയൊക്കെ പറയുക, എൻ്റെ കഥ അത്ര ഭംഗിയായിട്ട് എല്ലാം നമ്മുടെ കഥയാണ്. നമുക്കെങ്ങനെ നന്മ വരാം, അത് മാത്രമേ നമ്മുടെ ഭാരതീയ ഋഷിമാർ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവണമെന്ന് അവർ മോഹിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ രുക്മിണിയുടെ കല്യാണത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരണോ, ആ ഭഗവാനെ മനസ്സുറപ്പിക്കൂ. അങ്ങനെ ഭഗവാനുമായിട്ട് ചേരുമ്പോൾ നമുക്കിതാ ഇവിടെ ഭാഗവതം പറഞ്ഞു. ഇന്ന് രാവിലെ തന്നെ വായിച്ച അധ്യായം എന്താണ്? കാമസ്തു വാസുദേവാംശോ ഭാഗ്രുദ്രം ഭാഗ്ദ്രമന്യനാം. കാമസ്തു വാസുദേവാംശോ
ദേഹോപത്തയെ ഭൂയസ്തമേവ പ്രത്യപത്യത. കാമദേവന്റെ അംശമായിട്ട് ഭഗവാന് ഉണ്ണിയുണ്ടായി. പ്രദ്യുമ്ന ഇത് വിഖ്യാത. പ്രദ്യുമ്ന എന്ന് പേരിട്ടുന്നതാണ്. എന്താണ് ഇത് പറയാനുള്ള കാരണം? നമ്മൾ അമ്മയുടെ ഉദരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്നൊരു സാധനമാണ് ബുദ്ധി. അതിൻ്റെ പേരാണ് പ്രദ്യുമ്നൻ. പ്രകൃഷ്ണേന ദ്യുമ്നമായിട്ടുള്ളത് നല്ലൊരു ബുദ്ധി. ആ ബുദ്ധി ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കഥ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ തത്വം പറയാം. അപ്പോൾ ഭഗവാൻ ഒരു ഉണ്ണി ഉണ്ടായി. ആദ്യമായിട്ട് രുക്മിണിക്ക് പ്രദ്യുമ്ന എന്ന് പേരിട്ടു. ഉണ്ണി ഉണ്ടായ സമയത്ത് തന്നെ ശമ്പരാസുരൻ എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു, വീട്ടിലെത്തി നിന്ന് തന്നെ കുട്ടിയെ കൊണ്ടുപോയി അയാൾക്ക് വളർത്താനല്ല, അയാൾ സമുദ്രത്തിൽ കളഞ്ഞു. സമുദ്രത്തിൽ കളഞ്ഞപ്പോൾ അതിനൊരു മത്സ്യം വിഴുങ്ങി. മത്സ്യം വിഴുങ്ങിയെന്ന് മാത്രമല്ല, ഒരു മുക്കുവൻ്റെ വലയിൽ ആ മത്സ്യം കുടുങ്ങി. നല്ല വലിയ മത്സ്യം. അയാൾ എന്ത് ചെയ്തു, തൻ്റെ രാജാവായിരിക്കുന്ന ശമ്പരാസുരൻ്റെ മുമ്പിൽ തന്നെ കാഴ്ചവെച്ചു. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അടുക്കളക്കാരിയുണ്ട് മായാവതി എന്ന് പേരായിട്ടൊരു പെണ്ണ്. മായാവതി വിളിച്ചിട്ട് പറഞ്ഞു, നല്ലൊരു പരിപ്പേറി വെച്ചോളൂ എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഏതാണ്ടൊക്കെ പരിപ്പാണോ വെക്കണേ കായാണോ വെക്കണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ വച്ചോളാൻ പറഞ്ഞത്ര. എന്തായാലും ആ കറിയൊക്കെ വച്ചോളാൻ പറഞ്ഞത്ര. വേഗം അവൾ എന്ത് ചെയ്തു, ആ മത്സ്യനെ കീറി മുറിച്ചപ്പോൾ അതിൽ സുന്ദരനായിരിക്കുന്ന ഒരു ഉണ്ണി, കാണാൻ ഇത്ര അഴക, കണ്ണനെ പോലെ അഴക്. അവൾ എന്ത് ചെയ്തു, തൻ്റെ പുത്രനെ പോലെ ആ കുട്ടിയെ വളർത്തി. കുട്ടി പെട്ടെന്ന് യൗവനത്തിനെ പ്രാപിച്ചു എന്നാണ്. അപ്പോഴാണ് ഒരു ദിവസം നാരദ മഹർഷി അവിടെ വന്നിട്ട് പറഞ്ഞു, നിനക്കറിയോ ഈ കുട്ടി ആരാണെന്ന്? ഇത് നിൻ്റെ മകനൊന്നല്ല, കഴിഞ്ഞ ജന്മത്തിലെ നിൻ്റെ ഭർത്താവായിരുന്നു. നീ ആരായിരുന്നു? നീ രതിയായിരുന്നു. ഈ കുട്ടി ആരായിരുന്നു? ഇത് കാമദേവനായിരുന്നു. അപ്പോൾ ഈ കാമദേവനിൽ നിന്നല്ലാണ്ട് ശമ്പരാസുരന് മരണം ഉണ്ടാവില്ല എന്നൊരു വരം നേടിയിട്ടുണ്ടായിരുന്നു. ഈ കാമദേവനെ മഹാദേവൻ തൻ്റെ നേത്രാഗ്നിയിൽ ചുട്ടുഭസ്മമാക്കി പോയി. അതുകൊണ്ട് ഇനി ഒരിക്കലും കാമദേവൻ ജനിക്കില്ലല്ലോ. കാമദേവനെ കൊണ്ട് തനിക്ക് മരണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ലോകത്തിനെ മുഴുവനും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശമ്പരാസുരൻ. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആ കാമദേവൻ വീണ്ടും ഭഗവാന്റെ പുത്രനായിട്ട് അവതരിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ മുൻ ജന്മത്തിലെ ഭർത്താവാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി രതി, ആ മായാവതി രതിയായിട്ട് മാറി. രതി വേഗം എന്ത് ചെയ്തു, പിന്നെ ആ ഉണ്ണിയെ കാണുന്നതെല്ലാം തൻ്റെ ഭർത്താവായിട്ടാണ്. അപ്പോൾ ചോദിച്ചത്ര, പ്രദ്യുമ്നൻ ഇത്ര നാളെ എന്നെ അവൻ്റെ അമ്മയായിരുന്നല്ലോ, ഇപ്പം എന്താ പെട്ടെന്ന് ഭാര്യയെ പോലെ പെരുമാറുന്നത്? അതങ്ങനെയാണ്. ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ പ്രദ്യുമ്നന് സന്തോഷമായി. വേഗം എന്ത് ചെയ്തു, ശമ്പരാസുരനെ വധിച്ച് ആ ഉണ്ണിയുടെ കയ്യും പിടിച്ച് ദ്വാരകയിലേക്ക് കയറി വന്നു. ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാനോടൊപ്പം ചേർന്നതാണ്. കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് നമ്മളൊക്കെ പറയുമെങ്കിലും ഈ കഥ നമ്മുടെ കഥയാണ് കേട്ടോ. ഒരമ്മയുടെ ഉദരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവുന്നതാണ് ബുദ്ധി. ബുദ്ധി എന്തിനുള്ളതാണ്? വേണ്ട മാതിരി നിശ്ചയാത്മിക ബുദ്ധി, വേണ്ടെന്ന് നിശ്ചയിച്ച് ഉറപ്പിക്കാനാണ്. പക്ഷേ ആ ബുദ്ധി എന്ത് ചെയ്യണം? ശമ്പരാസുരൻ്റെ കയ്യിൽ പെടുന്നതുമാണ്. ശമ്പരാസുരൻ എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ പിന്നാലെ ഈ ലൗകിക സുഖത്തിൽ ചെന്നപ്പെടുക. അതാണ് ശം എന്ന് പറഞ്ഞ സുഖം. അതുകൊണ്ട് ഈ ലൗകിക സുഖത്തിൽ ചെന്ന് നമ്മൾ പെട്ടുപോകും. നമ്മുടെ ബുദ്ധി കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അങ്ങനെയല്ലേ, ഫാനിട്ടും AC റൂമിലും നല്ല ബെഡിലും ഒക്കെ കിടത്തിയാണ്. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ അടയ്ക്കാമടത്തിൻ്റെ പാളികളൊക്കെ കിടത്തിയാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇന്നിപ്പോൾ അങ്ങനെ കുളിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ കുഴപ്പം പറയും, അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ സുഖം അനുഭവിക്കുകയാണെന്ന് കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഫാനോ AC ഒന്നും ഇല്ലാണ്ട് കിടക്കാനില്ല. നമ്മളൊന്നും അതില്ലാണ്ട് വളർന്നു വന്നതൊക്കെ ഈ അടുത്ത കാലത്താണ് ഫാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എത്രയോ നമ്മളൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ആ ബുദ്ധി ചെന്ന് പെട്ടത് എവിടെയാണ്? ഇതേപോലെയുള്ള സുഖത്തിൽ വന്ന് പെടുന്നു. ആ ശമ്പരാസുരൻ്റെ കയ്യിൽ പെട്ടു എന്ന് മാത്രമല്ല, അതാണ് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ സംസാര സാഗരത്തിലേക്ക്, സംസാര സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. വീണ്ടും അതിൽ കിടന്നുകൊണ്ടും സുഖം തന്നെ അന്വേഷിക്കണത്. നമ്മൾ വന്ന് പെട്ടേക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നല്ല നിശ്ചയമുണ്ട് അല്ലേ. രാവിലെ അതുകൊണ്ടല്ലേ കൂടുതൽ സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധരഭവാന്നവാൽ. ഈ സംസാരത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ്. ജനന മരണങ്ങളാകുന്ന ഈ ദുഃഖത്തിൽ നിന്ന് കരകയറണം. പക്ഷേ സുഖം അന്വേഷിച്ച് നമ്മൾ പോയത് എവിടെയാണ്? ഈ സംസാരത്തിൽ തന്നെയാണ്. ദുഃഖമുള്ളിടത്താണ് സുഖം അന്വേഷിച്ച് പോയത്. പിന്നെ കിട്ടുമോ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ താൻ ആരാണെന്ന് അറിയാതെ കണ്ട് ആരുടെ കയ്യിൽ പെട്ടു? മായാവതിയുടെ കയ്യിൽ പെട്ടു എന്നാണ്. മായാവതി എന്ന് പറഞ്ഞാൽ എന്താണ്? മായ. മായയുടെ കയ്യിൽ പെട്ടിട്ട് ഞാൻ ആരാണെന്ന് മറന്നുപോയി. ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എന്തിനു വന്നു,
നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എപ്പോഴും നമുക്കൊരു ലക്ഷ്യം വേണ്ടേ? ആ ലക്ഷ്യബോധമില്ലാതെ കണ്ട് നമ്മൾ ഓരോരുത്തരും എന്തിനു വന്നു, എങ്ങനെ വന്നു, എന്തിനു വേണ്ടി ജീവിക്കണോ ഒന്നും അറിയില്ലാതെ കണ്ട് മായയിൽ പെട്ട് ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണോ നമുക്ക് ഒരു നാരദനെ പോലെ ഒരു സത്സംഗം കിട്ടുന്നത്? സത്സംഗം കിട്ടുമ്പോൾ ഞാൻ ആരാണെന്ന് തിരിച്ചറിയും അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന വീട്ടിൽ ഇന്നയാളുടെ ഭാര്യയാണ്, ഭർത്താവാണ്, മകനാണ്, മകളാണ്, ഒന്നുമല്ല. പിന്നെ ആരാണ്? ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ഞാൻ അതാണെന്ന് അറിയുമ്പോൾ പിന്നെ മായ പോയി. പിന്നെ ആരായിട്ട് മാറി? ശ്രദ്ധാരതി ഭക്തി അനുക്രമിഷ്യതി. പിന്നെ രതി ഒന്നുമാണ്. രതി എന്ന് പറഞ്ഞാൽ ഭഗവാനുകളുടെ പ്രേമം. ആ പ്രേമം വരുമ്പോൾ എന്തായിട്ട് മാറും? ഈ ലൗകിക സുഖങ്ങളാകുന്ന ശംഭ്രാസുരൻ ഇല്ലാണ്ടെയാവും, അയാളെ കൊല്ലും. എന്നിട്ട് ആരുടെ കൂടെ ചേരും? ഭഗവാനോട് കൂടി ചേരും. ഇത് രസാന്നറിയ കഥ. അപ്പോൾ നമ്മുടെ കഥ ശരിക്കും പറഞ്ഞതേ. അപ്പോൾ നമ്മൾ ഈ സുഖത്തിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോവല്ല വേണ്ടത്. ഏറ്റവും ആനന്ദം എവിടെയാണ്? കണ്ണൻ്റെ അടുത്തേക്ക് എത്തണം അല്ലേ? അപ്പം നമ്മളെ ബാധിച്ചിരിക്കുന്നത് മായയാണെന്നും ബോധിക്കണം. ആ മായയിൽ നിന്ന് രക്ഷപ്പെടണം, ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടണം. എന്നിട്ട് സത്യമായിട്ടുള്ളത്, നിത്യസത്യമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തിൽ നിന്ന ഗുരുവായൂരപ്പം മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടണം നമുക്ക്. അത് ബോധ്യപ്പെട്ടാൽ പിന്നെ നമുക്കൊരിക്കലും ദുഃഖമേ ഇല്ല എന്നാണ്. ഒരു ഗുരുനാഥൻ ഒരു വിളക്ക് കയ്യിൽ കൊടുത്തു, അത്ര ശിഷ്യൻ്റെ കയ്യിൽ. ഇരുട്ടുള്ളിടത്ത് കൊണ്ടുവച്ചോളൂ എന്ന് പറഞ്ഞു. അതിങ്ങനെ വിളക്കും കൊണ്ട് ഇരുട്ടുള്ളിടത്തൊക്കെ നടന്നു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഗുരുനാഥ ഒരിടത്തും വിളക്ക് ഇരുട്ട് കാണില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തേ കാണാത്തത്? എൻ്റെ ഒരു വെളിച്ചമുള്ളത് കൊണ്ടാണ് അല്ലേ? എപ്പോൾ നമുക്ക് തിരിച്ചറിവ് വരണോ പിന്നെ നമുക്ക് ഒരിക്കലും ഇരുട്ട് ഉണ്ടാവില്ല, ഒരിക്കലും അജ്ഞാനം ഉണ്ടാവില്ല, ഒരിക്കലും ദുഃഖത്തിൻ്റെ ഇരുട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നാണ്. ഈ ജ്ഞാനത്തിന് നമുക്ക് തരണം. പിന്നീട് അടുത്ത അധ്യായത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? ഭഗവാന്റെ അടുത്ത 2 വിവാഹങ്ങളെ കുറിച്ചാണ്. പിന്നെ ആ 56ഉം 57ഉം 2 അധ്യായങ്ങളെ കൊണ്ട് നമുക്ക് പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ സത്രാജിത്ത് എന്ന് പേരായിരിക്കുന്ന അന്ധകന്മാരിൽ ഒരാൾ, അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭഗവാൻ ഉണ്ടായിട്ടും ഭഗവാനെ മറന്നു എന്നാണ്. അന്യദേവതാ ഭക്തി എന്ന് പറയും. ഹരേരന്യദൈവം നമന്യേ. എപ്പോഴും നമ്മൾ എന്തായിരിക്കണം? എവിടെയെങ്കിലും ഒരിടത്ത് നമുക്ക് ഉറച്ചു നിൽക്കണം വേണ്ടേ? ഇപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഈ തേവരിലേക്ക് വേണ്ട, അപ്പുറത്ത് മറ്റേ അമ്പലത്തിൽ അവിടെ ഇരിക്കണം മഹാവിഷ്ണുവാണ്, ഇതിനൊക്കെ കേമം അതാണെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ഓർമ്മ. അവിടെ ഉള്ളവർ പറഞ്ഞു ഇതിനൊക്കെ കേമം ഇവിടെ ഇരിക്കുന്നതാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഓർമ്മ. ഇങ്ങനെ അങ്ങോട്ട് കൂടെ ഓടിക്കൊണ്ടിരുന്നാൽ നമുക്ക് എവിടെയാണ് നമുക്ക് സുഖം കിട്ടുക അല്ലേ? ഒരിക്കലും നമുക്ക് ആരെയാണ് ആശ്രയിക്കേണ്ടതെന്ന് അറിയാണ്ടേയാവും. ഇവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? ഭഗവാനെ മറന്നിട്ട്, ഭഗവാൻ ദ്വാരകാനാഥനായിട്ട് മറന്നു നിൽക്കുമ്പോഴും ഭഗവാനെ മറന്ന് അദ്ദേഹം സൂര്യനെ ഭജിക്കാൻ പോയി. സൂര്യനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഇതേപോലെ ഷീറ്റിൻ്റെ ചോട്ടിലിരുന്ന് സുഖമായിട്ട് ഫാൻ്റെ കാറ്റും കൊണ്ട് അദ്ദേഹത്തിനെ ഭജിക്കാൻ പറ്റില്ല. നട്ടാറ് ഉച്ചയ്ക്ക് മുകളിലേക്ക് നോക്കി നിൽക്കണം. സൂര്യനെ നോക്കി നിന്ന് കണ്ണൊക്കെ അടിച്ച് പോയിന്ന് വരും ചിലപ്പോൾ. അങ്ങനെയൊക്കെ വേണം സൂര്യനെ ഭജിക്കാൻ. എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല. കൃഷ്ണന് വില കൊടുത്തില്ല അദ്ദേഹം. കാരണം ഇങ്ങനെ ഓടക്കൊഴിലായിട്ട് നടക്കുകയല്ലേ ഈ ഇവരുടെയൊക്കെ പിന്നാലെ ഇത്രയധികം പെണ്ണുങ്ങളുമൊക്കെ ആയിട്ട്. എന്താ അപ്പം അതുകൊണ്ട് ഭഗവാൻ ഒരു വില കൊടുത്തില്ല എന്നാണ് അയാൾ. അതുകൊണ്ട് അദ്ദേഹം എവിടെ പോയി? സൂര്യനെ ഭജിച്ചു. അത്ര കുറേ കാലം സൂര്യനെ ഭജിച്ചു ക്ഷീണിച്ചു വല്ലാണ്ടേ. സൂര്യൻ എന്നൊക്കെ കൊടുത്തത് എന്താണെന്നറിയോ? ഒരു സ്യമന്തകം എന്ന് പേരായിരിക്കുന്ന ഒരു രത്നം കൊടുത്തു. എന്നിട്ട് ആ സൂര്യൻ പറഞ്ഞു, ഇതിനെ ഞാൻ ഉദിക്കുമ്പോൾ പൂജ തുടങ്ങണം, ഞാൻ അസ്തമിക്കുമ്പോൾ പൂജ നിർത്തണം. അങ്ങനെയാണ് ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടാകാറില്ലേ? ഗുരുവായൂരും ചോറ്റാനിക്കയും ശബരിമലയും ഒക്കെ പതിവിലുണ്ടല്ലോ. അതേപോലെ ഉദയാസ്തമയ പൂജ എന്നാണ്. അപ്പോൾ രാവിലെ തുടങ്ങിയ വൈകുന്നേരം 6 മണിക്ക് ഞാൻ അസ്തമിക്കുമ്പോൾ പൂജ നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഗുണം ദിനേ സ്വർണ്ണഭാര നഷ്ടൗസ സ്ഥിതി ഭവോ. 8 ഭാരം സ്വർണം വെച്ച് എന്നും കിട്ടുന്നതാണ്. ഇത് കിട്ടുന്നത് പറഞ്ഞാൽ പിന്നെ ആരപ്പോൾ പൂജിക്കാത്തത്? വേഗം ആ രത്നം കൊണ്ടുവന്ന് കണ്ണനെ കാണിച്ചു. കൃഷ്ണ ഇത് കണ്ടോ ഈ രത്നം? ഇതിൻ്റെ മഹിമയൊക്കെ പറയാൻ തുടങ്ങി. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയും പോലെയാണ് അത്ര. അതിൻ്റെ രത്നത്തിൻ്റെ മഹിമയൊക്കെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അർത്ഥം അനർത്ഥ കാരണം. എത്രമാത്രം അർത്ഥം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ അത്രയും നമുക്ക് അനർത്ഥമാണ് അതൊക്കെ ഉണ്ടാവുക. ഒരിക്കലും മനഃശാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് അതിങ്ങനെ കൊണ്ട് നടക്കല്ല ഭേദം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് തോന്നി
ഭഗവാൻ ഇതിൽ മോഹം വെച്ചിട്ടുണ്ടാവും. അത് എന്ത് കിട്ടിയാലും മോഷ്ടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ കണ്ണന്. അതുകൊണ്ട് ഇതും ചിലപ്പോൾ അടിച്ചു മാറ്റിയാലോ വിചാരിച്ചു. അത് വേഗം എന്ത് ചെയ്തു, അതൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ആ സൂര്യനെ പോലെ തേജസ്സോട് കൂടിയുള്ള രത്നത്തിൻ്റെ പ്രകാശം കൊണ്ട് ആൾക്കാർ വിചാരിച്ചു ഗുരുവായൂരപ്പന വരണമെന്ന് വിചാരിച്ചു. നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര ദാമോദരാരവിന്ദാക്ഷ ഗോവിന്ദയതു നന്ദന. എല്ലാവരും വീണ്ടും നമസ്കരിക്കും. നമസ്കാരമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഈ അന്ധകനെ കാണാത്ര താണ് വരുന്നതല്ലേ എന്ന് പറയത്ര. ആ രത്നത്തിനെ കൊണ്ടുപോയി അയാൾ പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ തുടങ്ങി. വൈകുന്നേരം ആയാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ 8 ഭാരം സ്വർണം കിട്ടും. ഇങ്ങനെ സ്വർണം കിട്ടി ഇപ്പം എന്തായെന്നറിയോ, ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഭാര്യ പറയും, അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു പിറന്നാളുണ്ടായിരുന്നു, പോകേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും പോകാൻ വയ്യ. കാരണം എന്താ, പൂജ മുടക്കാൻ പറ്റില്ലല്ലോ. വലിയൊരു പ്രാരബ്ധമാണ് ഈ പൂജ എന്നൊക്കെ പറഞ്ഞാൽ. ശാന്തിക്കാരൊക്കെ പറയാറില്ലേ, എങ്ങും പോകാൻ പറ്റില്ല. അമ്മ മരിച്ചു എന്ന് പറഞ്ഞാലും ആദ്യം പകരക്കാരനെ ഉണ്ടാക്കാനാണ് ഓടി നടക്കേണ്ടത്, അമ്മയുടെ പിന്നാലെ പോകാനല്ല മനസ്സേ. അപ്പോൾ വലിയൊരു പ്രാരബ്ധമാണ് ഈ പൂജ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കേ. അതുകൊണ്ടാണ് ഭാഗവതം പറയുക, ഇതൊക്കെ മനസ്സുകൊണ്ടാണ് പൂജകളൊക്കെ വേണ്ടത്. അത് ഉയരാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ വിഗ്രഹത്തിനെ പൂജിക്കലും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രാരബ്ധമാണ്. ഇതിൽ നിന്ന് ഇതിലാ പ്രാരബ്ധത്തിലേക്ക് പോകരുതെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ വീണ്ടും 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 കെട്ടുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തായി, ആ സ്വർണ്ണം ഇങ്ങനെ കിട്ടാൻ, സമ്പത്ത് ഇങ്ങനെ കൂടി വന്നപ്പോൾ ഇപ്പം എന്തായി, കുടുംബാംഗങ്ങൾ തമ്മിൽ പോലും ഒരു സ്വരച്ചേർച്ച ഇല്ലാണ്ട് ലോട്ടറി അടിച്ചാൽ മതി, തീർന്നില്ലേ. പിന്നെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ മൊന്ത വെപ്പിച്ചു കൊടുക്കാം, എന്നാലും എനിക്ക് കിട്ടിയിട്ട് ഒന്നും എനിക്ക് തന്നില്ല എന്ന് പറയും. നമുക്കൊരു ബന്ധം ഉണ്ടാവില്ല. ബന്ധം ഇല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർ നാട്ടുകാരും ഒക്കെ പിന്നെ നമ്മളൊക്കെ എതിരായിട്ട് മാറും. പിന്നെ ഇവിടെ പറയാനുണ്ടോ, ആ സമ്പത്ത് ഇങ്ങനെ കൂട്ടി വയ്ക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അയൽവക്കത്തും വയ്ക്കാൻ വയ്യ, ഇന്നും വയ്ക്കാൻ വയ്യ. അവർ തിരിച്ചു തന്നില്ലെങ്കിലോ അങ്ങനെയുള്ള ഭയമായിട്ട് മാറി. ഇപ്പം എന്താ, കൊട്ടാരം മുഴുവൻ സ്വർണ്ണക്കട്ടികളെ കൊണ്ട് നിറഞ്ഞു. അടുക്കളയിലും തൊഴുത്തിലും ഗോപുരത്തിലും എല്ലായിടത്തും ഇതാ സ്വർണ്ണക്കട്ടികൾ നിറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനുജനായിരിക്കുന്ന പ്രസേനൻ, അയാളൊന്നും ചോദിക്കാനുണ്ടായില്ല. അയാൾക്കും അസൂയ ഉണ്ടാവുള്ളൂ എന്തായാലും. ഏട്ടൻ കാശ് ഉണ്ടാക്കണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അനുജന് എങ്ങനെ ഇഷ്ടപ്പെടുക. അപ്പോൾ ഈ സ്നേഹബന്ധമൊക്കെ ഈ സമ്പത്തിലാണല്ലോ ഒക്കെ പോണത്. അതുകൊണ്ട് അനുജൻ പ്രസേനൻ എന്ത് ചെയ്തു, ആ രത്നം എടുത്ത് കഴുത്തിലണിഞ്ഞു എന്നാണ്. കഴുത്തിലണിഞ്ഞാൽ മാത്രമല്ല, അയാൾക്ക് തോന്നി നായാട്ടിന് പോകുന്നു തോന്നി. എത്രയോ കാലം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ രത്നം, എന്നും പൂജിക്കേണ്ട രത്നം കഴുത്തിലിടാം. ഇങ്ങനെ പതിവുണ്ടോ? പൂജിക്കുന്ന കൃഷ്ണനെ എടുത്ത് ആരെങ്കിലും കഴുത്തിലിടാറുണ്ടോ? ഇട്ടുമെന്ന് മാത്രമല്ല, അയാൾ നായാട്ടിനായിട്ടാണ് പോയത്, മൃഗങ്ങളെ കൊല്ലാനായിട്ട് പോയി. അങ്ങനെ കാട്ടിൽ പോകുന്ന സമയത്ത് ഒരു സിംഹം ഇയാളുടെ കഴുത്തിൽ എന്തോ തിളങ്ങണ കണ്ടപ്പോൾ വേഗം സിംഹം വിചാരിച്ച് തിന്നാനുള്ളതാണെന്ന് വിചാരിച്ച് ചാടി വീണ് പ്രസേനനെ കൊന്ന് ആ രത്നം കടിച്ചുകൊണ്ട് പോയി. രത്നം കടിച്ചുകൊണ്ട് പോയിട്ട് എന്തായാലും സിംഹത്തിൻ്റെ പല്ല് പോയതല്ലാതെ കൊണ്ട് അത് കടിച്ചു പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോഴാണ് ആ കാട്ടിൽ ജാമ്പവാൻ ഉണ്ടായിരുന്നത്രേ. ജാമ്പവാൻ ആരാ? ശ്രീരാമാവതാര കാലത്തുള്ളതല്ലേ. എത്രയോ വലിയ ഭക്തനാണ് അദ്ദേഹത്തിന്. ആകെ ഒരാളെ അറിയുള്ളൂ, ശ്രീരാമചന്ദ്രനെ മാത്രം. അദ്ദേഹം ഇങ്ങനെ കാട്ടിക്കൂടെ നടക്കുമ്പോഴാണ് അത്ര ഒരു സിംഹത്തിൻ്റെ വായിൽ തിളങ്ങുന്ന സാധനം കണ്ടത്. വേഗം ആ സിംഹത്തിനെ തല്ലിക്കൊന്ന് ആ രത്നം എടുത്തുകൊണ്ടുപോയി തൻ്റെ ഗുഹയിൽ കുരങ്ങുകുട്ടികൾക്ക് കളിക്കാൻ പന്തില്ല എന്ന് പറഞ്ഞ് കുറേ നാളായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പന്ത് എവിടെ കിട്ടുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇതാ സിംഹത്തിൻ്റെ വാലിയിരിക്കണം നല്ല സുന്ദരമായ പന്ത്. വേഗം കുരങ്ങുകുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കും. അപ്പോൾ അവരെന്തായി, ഒരു പട്ടയെടുക്കും, അങ്ങടടിക്കും ഇങ്ങടടിക്കും ഒക്കെ തന്നെ അന്ന് തുടങ്ങിയതാണ് ക്രിക്കറ്റ് കളി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കാൻ തുടങ്ങി. ഭാഗവതം പറയാം, എത്രയോ കാലം കഷ്ടപ്പെട്ട് കിട്ടിയ സാധനം അല്ലേ, എന്നും പൂജിക്കേണ്ട സാധനം ഭക്തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിനോട് വിലയും കണ്ടില്ല എന്നാണ്. ഭക്തന്മാർക്ക് ഭഗവാൻ ഒഴിഞ്ഞ് മറ്റൊന്നിനോടും താല്പര്യം ഉണ്ടാവില്ല എന്നാണ്. ഭക്തി ഇല്ലാത്തവരെന്ത് ചെയ്യണം, ഭഗവാനെ മറന്ന് മറ്റുള്ളവരുടെ പിന്നാലെ പോകണമല്ലേ. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരിക. അപ്പം നമ്മളെങ്ങനെ ആവണം എന്നാണ് ഭാഗവതം കാണിച്ചു തരിക. അങ്ങനെ അപ്പോഴേക്കും ആ ദ്വാരകയിൽ മുഴുവനും പറഞ്ഞു പറ്റി ദാ സത്രാജിത്ത് പ്രസേനനെ കൊന്നവനാരുവാൻ താൻ, പ്രസേനനെ കൊന്നവൻ ഈശ്വരൻ താൻ. എൻ്റെ അനുജനെ കൊന്നത് കൃഷ്ണൻ അല്ലാണ്ട് മറ്റൊരാൾ കാണില്ല. കാരണം ആ രത്നം മോഹിച്ചിരിക്കുന്നത് കൃഷ്ണൻ തന്നെയാണ് എന്നുള്ള മട്ടിൽ ഭഗവാനെക്കുറിച്ച് അപഖ്യാതി പറയാൻ തുടങ്ങി. അപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടാന്നർത്ഥം. ഒരാളെക്കുറിച്ച് അപഖ്യാതി പറയാൻ എന്തെങ്കിലും കാരണങ്ങൾ വേണോ? ഒന്നും വേണ്ട. ഒരു ചെറിയ കാര്യം മതിയാവും. അത് തന്നെ ജനയാണാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാണെന്ന്. ഒരല്പം ഉണ്ടാവുള്ളൂ. ഒരു കടുകിൻ്റെ അത്രയും ദോഷം ഒരാൾക്കുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് അടുത്ത ആളുടെ ചെവിട്ടിലേക്ക് കൊടുക്കുമ്പോഴേക്കും എന്തായിരിക്കും,
ഇത്തിരിയും കൂടി പറഞ്ഞു കൊടുക്കും അല്ലേ. ഇങ്ങനെ ഇത്തിരി പറയണേ എങ്ങനെയാണെന്ന് വിചാരിച്ച് ഇത്തിരിയും കൂടി അതിന് ഉപ്പും മുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അയാൾ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ എരിവ് ചേർത്തിട്ടുണ്ടാവും. പിന്നെ എന്തായി, നാട്ടിൽ പലക്കുമ്പോഴത്തേക്കും അങ്ങനെയായിട്ട് മാറി. ശാന്തക്കാരൻ ഇങ്ങനെ ഉണ്ടായിട്ടോ. അദ്ദേഹം ഒരു ഭഗവതിയുടെ ഒരു വെള്ളി കോള എന്ന് ചേർത്തുന്നതാണ്. രണ്ട് കുഞ്ഞി മൂക്കുത്തി ഉണ്ട്. മൂക്കുത്തി എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടുപോയാൽ എടുക്കാൻ പറ്റില്ല. ഒരു കടുകിൻ്റെ അത്ര പോലും ഇല്ല, അതിൻ്റെ പോലും പകുതിയുള്ളൂ, ചെറിയൊരു മൂക്കുത്തി. അപ്പോൾ അദ്ദേഹം പാവം നിർമാല്യമൊക്കെ വാരി കളഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് വിട്ടു പോകുന്നു. അങ്ങനെ പോയി, അദ്ദേഹം അറിഞ്ഞില്ല അത്ര. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് കണ്ണടയൊക്കെ വെച്ച് നോക്കണത് അതൊക്കെ ഇവിടെ ഉണ്ടോ എന്നല്ലേ നോക്കണേ, അല്ലാണ്ട് ഭഗവതി ഒന്നും ആരും നോക്കണില്ലല്ലോ. അപ്പോൾ ഒരുത്തം ഇങ്ങനെ കണ്ണടയൊക്കെ വെച്ച് നോക്കിയപ്പോൾ കാണില്ല, അത്ര മുക്കുത്തി കാണില്ല. അവിടെ ആ വെള്ളിയുടെ ഇത് മാത്രമേ പാട് മാത്രമേ കാണുള്ളൂ. അയാൾ വേഗം തന്നെ മേശാന്തി എവിടെ പോയി മുക്കുത്തി എന്ന് ചോദിച്ചു. അപ്പോഴാണ് മേശാന്തി നോക്കണത്. പാവം അദ്ദേഹം നോക്കിയപ്പോൾ കാണാണ്ട് പിന്നെ പറയാനുണ്ടോ. പിന്നെ അവിടെ ബഹളമായി കഴിഞ്ഞിരുന്നു. നാട്ടുകാർ വേഗം ഭക്തന്മാരങ്ങോട്ട് കൂടുതല. പിന്നെ മേശാന്തി എങ്ങനെ ഇതുമ്മ കേട്ടണം എന്നുള്ള ചിന്തയായില്ലോ. ബഹളമയായി, കേസായി, കോട്ടായി. അപ്പോഴേക്കും എന്തായെന്നറിയോ, മുക്കുത്തി പോയെന്നല്ല, പിന്നെ ഭഗവതിയുടെ തിരുവാഭരണം മോഷണം പോയെന്നായി. തീർന്നില്ലേ, നാട് മുഴുവൻ പറഞ്ഞത് എങ്ങനെയാണ്. മുക്കുത്തി വീണ് പോയെന്നല്ല, ഉണ്ടായ സംഭവത്തെ വെറുതെ പറഞ്ഞതല്ല. അപ്പോഴേക്കും പറഞ്ഞു പരത്താൻ തുടങ്ങി നമ്മുടെ ആൾക്കാരല്ലേ മുഴുവനും. മേശാന്തിയാണ് അത്ര തിരുവാഭരണം മോഷ്ടിച്ചതെന്നായി. പാവം ആത്മഹത്യയാത്തത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോഴുണ്ട് അദ്ദേഹം. ഇപ്പോൾ എത്രമാത്രം വിഷമം അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ. ആ അമ്പലത്തിൽ പിന്നെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ആൾക്കാരുണ്ടാക്കി വെക്കുന്നതാണ്. അറിയാണ്ടെങ്കിലും അത് വീണുപോയി എന്നാൽ അതൊന്ന് അന്വേഷിക്കുക എന്നുള്ളതല്ല. പിന്നെന്താ, വേണ്ടാതിനം പറഞ്ഞുണ്ടാക്കുക. ഇങ്ങനെയാണ് നമ്മളെക്കുറിച്ചുള്ള അപഖ്യാതികൾ. എന്തെങ്കിലും ഒരു നിസ്സാരം ഉണ്ടാവുകയുള്ളെങ്കിലും അത് പറഞ്ഞു വരുത്താൻ ഒരു മടിയില്ല എന്നാണ്. ഇവിടെയും ഭഗവാനെ കുറിച്ചാണ് അത്ര അപഖ്യാതി പറഞ്ഞു വരുത്തിയത്. പ്രസേനനെ കൊന്നവനാരുവാൻ താൻ, പ്രസേനനെ കൊന്നവൻ ഈശ്വരൻ താൻ. എൻ്റെ അന്തനെ കൊന്നത് കൃഷ്ണനല്ലാണ്ട് വേറെ ആരും ആവില്ല. ആ രത്നത്തിൽ കൃഷ്ണൻ മോഹം വെച്ചിട്ടുണ്ടാവുകയായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടോടുകൂടി ഭഗവാൻ അറിയാം എവിടെയാണ് രത്നം എന്നൊക്കെ അല്ലേ. അവിടത്തേക്ക് അറിയാത്തൊന്നുമില്ല. എന്തായാലും എല്ലാവരും പൗരപ്രമുഖരെയൊക്കെ വിളിച്ചുകൊണ്ട് ഭഗവാൻ കാട്ടിലേക്ക് പോയി. പ്രസേനൻ്റെയും സിംഹത്തിൻ്റെയൊക്കെ ജഡം കണ്ടുകൊണ്ട് നേരെ ആ ചോരപ്പാടുകളൊക്കെ നോക്കിപ്പോയി. ആ ഗുഹയുടെ അവിടെ എത്തിയ സമയത്ത് എന്താ, തത്ര ദൃഷ്ടുവാ മനുശ്രേഷ്ഠം ബാലക്രീഡനകം ഘൃതം. അവിടെ കുട്ടികളെ തട്ടിക്കളിക്കുന്നതായിട്ടുള്ള ആ രത്നം കണ്ടു. ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല, പൊക്കോളൂ, എനിക്കിവിടെ എൻ്റെ ഉള്ളിൽ ഇത്തിരി പണിയുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞയച്ചു. കണ്ണകത്തേക്ക് അങ്ങോട്ട് കയറിയ സമയത്തെത്താം. അപൂർവം നരം ദൃഷ്ട്വാ ധാത്രി ശുക്രോശഭീതവത്. അപൂർവമായിട്ടല്ലേ ഭഗവാന്റെ ഇത്രയും ദിവ്യമായിട്ടുള്ള രൂപം. ആ കൊരങ്ങൂട്ടികളൊന്നും കണ്ടിട്ടില്ലല്ലോ. അവർ ഉറക്കനെ കരയാൻ തുടങ്ങി. ഞങ്ങളെ പേടിപ്പിക്കാൻ വന്നേക്കണം ആരാണ്ട് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ജാമ്പവാൻ ഭക്തിശാലി, എത്രയോ വയസ്സായി അദ്ദേഹത്തിന്, കണ്ണൊന്നും കാണില്ല. അദ്ദേഹം കൺപോളകളൊക്കെ ഒന്ന് പൊളിച്ച് നോക്കി ആരപ്പോൾ ഇവിടെ വന്നിരിക്കണത് എന്നുള്ള മട്ടിൽ നോക്കുമ്പോൾ ഭഗവാനെ കണ്ടത് മനസ്സിലായില്ല അദ്ദേഹത്തിന്. ആ പീലിച്ചിരുമുടിയും ഓടക്കൊള്ളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളെ ഇങ്ങനെ മനസ്സിലാവുക. കോദണ്ഡവാണിയായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ മാത്രമേ മൂപ്പർക്ക് അറിയുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നു എൻ്റെ കുട്ടികളെ പേടിപ്പിക്കാൻ വന്നല്ലേ എന്നുള്ള മട്ടിൽ ദ്വന്ദ്വയുദ്ധം സുതുമലം ഉഭയോ വിജിഗീഷതോ. പിന്നെ ഇടി അങ്ങോട്ട് തുടങ്ങിയെന്നാണ് ഭഗവാന്റെ മാവിടത്തിൽ. നല്ല ഇടി അങ്ങനെ കൊടുക്കണ സമയത്ത് ഒരു ദിവസം എന്നല്ല, 27 ദിവസം നീണ്ടു നിന്നു എന്നാണ് ആ ഇടി. ഓരോ ഇടി ഇങ്ങനെ അങ്ങോട്ട് ഇടിക്കണ സമയത്ത് ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ടാണ് ഇടിക്കണതെല്ലാം. കാരണം എന്താ, അതാണ് ഇടി പുഷ്പാഞ്ജലി മുകളിൽ തുടങ്ങി വെച്ചതാണ്. അത്ര ഗുരുവായൂരപ്പനെല്ലാം ഇഷ്ടമാണ്. തൻ്റെ ഭക്തനല്ലേ ഇടിക്കുന്നത്. സ്ലവ്യ സ്ലവപ്രിയ സ്ലോത്രം സ്തുതി സ്ലോദാ രണപ്രിയ. ഭഗവാൻ രണപ്രിയനാണ്. തമ്മിത്തല്ലൂടാ വലിയ ഇഷ്ടമാണ് അത്രേ. ആരോടാ തമ്മിത്തല്ലൂടാ? നമ്മുടെ ഭക്തന്മാരോട് കൂടി. ആ ഇടി ഇങ്ങനെ 27 ദിവസമായി കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ജാമ്പവാനെ, ഞാനൊരു ലക്ഷാർച്ചന ഉദ്ദേശിച്ചുള്ളൂ, ഇതിപ്പോൾ കോടിയർച്ചന ഒറ്റത്ത് കോടിയർച്ചന കഴിഞ്ഞുള്ളൂ അല്ലേ. അതേപോലെ 27 ദിവസമാണ് കോടിയർച്ചന സാധാരണ, അതിപ്പോൾ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അതേപോലെ ഇവിടെ കോടിയർച്ചനയായല്ലോ, എന്നാൽ പിന്നെ പ്രസാദം പിടിച്ചോളൂ എന്നാണ്. ഭഗവാന്റെ പ്രസാദം അല്പം മതി അല്ലേ. എൻ്റെ പുഷ്പാഞ്ജലി വെച്ച പൂ മുഴുവനും നമുക്ക് ഇങ്ങോട്ട് വാരി തന്നാൽ നമ്മൾ അല്ലാണ്ട് തന്നെ 2 കിട്ടിയിട്ട് ഇവിടെ ഇട്ടിട്ട് പോവാം. അപ്പോൾ പിന്നെ ഉള്ള പൂവൊക്കെ പാടെ വാരി തന്നാൽ എന്തായിരിക്കും? ഇവിടെ ഇത് പുഷ്പാഞ്ജലി കൊടുത്തിട്ട് എന്നാൽ പിന്നെ പഞ്ചാര പായസം കൊണ്ടുപോകുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? കൊടുത്തതല്ലേ ഇങ്ങോട്ട് തരാൻ പറ്റുള്ളൂ. ഭഗവാൻ എന്ത് ചെയ്തു? കൃഷ്ണമുഷ്ടി വിഷ്പാദ നിഷ്പിഷ്ടാംഗോർബന്ധന.
ഭഗവാൻ പറഞ്ഞു, എൻ്റെ ആ പ്രസാദം പിടിച്ചോളൂ ജാമ്പവാനെ. ആ കോടിയർച്ചനയുടെ പ്രസാദം 4 ഇടി ഭഗവാന്റെ വക. അതങ്ങോട്ട് കൊടുത്തോടുകൂടി ഒരാൾക്ക് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത ആ ജാമ്പവാൻ താൻ മറിഞ്ഞു വീണു. ക്ഷീണസത്വ സുന്നഗാത്രാതമഹ അതീവ വിസ്മിത. അവിടെ അങ്ങോട്ട് മറിഞ്ഞു വീണമെന്ന് മാത്രമല്ല, ശ്രീരാമചന്ദ്ര, ആരാ ഈ ലോകത്തിൽ അവിടത്തേക്കല്ലാതെ കണ്ട മറ്റൊരാൾക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്നെ ആരെങ്ങനെ ഇടിച്ചു വീഴ്ത്തിയത്? ശ്രീരാമചന്ദ്ര എന്നിങ്ങോട്ട് വിളിക്കുമ്പോഴേക്കും ഭഗവാൻ പോതട്ടവാണിയായിട്ട് ശ്രീരാമനായിട്ട് ദർശനം കൊണ്ട് കൊടുത്തു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. വിഭോ രഘുപതേ ഹരേ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. കണ്ണീരൊഴുക്കിക്കൊണ്ട്, ശ്രീരാമചന്ദ്ര, ആളറിയാതെ കണ്ട് അവിടുത്തെ ഇടിക്കേണ്ടി വന്നുല്ലോ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞ ഭഗവാന്റെ പാദങ്ങളിൽ വീണ സമയത്ത് ഭഗവാൻ ആ ജാമ്പവാനെ ചേർത്ത് നിർത്തി അനുഗ്രഹിച്ചുകൊണ്ട് കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗിര. തൻ്റെ ഭക്തനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ആ ശിരസിലൊക്കെ തലോടി കാരുണ്യമൂഹുന്ന തൃക്കണ്ണുകളെ കൊണ്ടൊന്ന് കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ജാമ്പവാനെ, ഞാൻ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. ഇപ്പതാ വസുദേവരുടെ പുത്രഭാവത്തിൽ കൃഷ്ണനായിട്ട് അവതരിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഇവിടെ ഒരു മണി വന്ന് പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ആ മണി മാത്രം വേണ്ടിയിട്ടല്ല, അങ്ങയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതാണ് ഭഗവാന്റെ ഭാവം അല്ലേ? മണിക്ക് വേണ്ടിയിട്ടല്ല ഭഗവാൻ വന്നത്. എൻ്റെ ഭക്തൻ എവിടെയാണോ ഇരിക്കുന്നത്, ആ ഭക്തന്മാർ നിരന്തരം തന്നെ ധ്യാനിക്കുമ്പോൾ ആ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭക്തന്മാരുടെ അടുത്തേക്ക് ചെല്ലാൻ ഗുരുവായൂരപ്പന് എന്തെന്നില്ലാത്തൊരിഷ്ടം. സജ്ജനങ്ങൾ പറയുക, അത്ര തമിഴ്നാട്ടിലൊക്കെ പറയേ, സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ കണ്ണൻ നടുക്കിയിരിക്കുന്നു. ഒരു ഭാഗത്ത് സുധാമാവ്, ഒരു ഭാഗത്ത് ഏട്ടൻ. ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ വിദ്യ പഠിക്കുക. എല്ലാവരും സാന്ദീപനി മഹർഷി പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ നന്നായിട്ട് എഴുതിയിരിക്കണു. ശ്രദ്ധയോടുകൂടി ഇരുന്ന് പഠിക്കുന്നു അത്ര. കണ്ണൻ എന്ത് ചെയ്യണു? അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കണില്ല. കണ്ണൻ്റെ തൻ്റെ കൈ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. തപ്പച്ചുണ്ണിയല്ലേ കണ്ണൻ ഇങ്ങനെ കയ്യിലേക്ക് നോക്കിയിരിക്കാം. അപ്പോൾ ആ സുധാമ വിളിച്ചു, കൃഷ്ണ, ഇതിപ്പോൾ എന്താ നിങ്ങൾ നോക്കിയിരിക്കണേ? ഗുരുനാഥൻ പറഞ്ഞ് കേൾക്കണില്ലേ കൃഷ്ണൻ? എല്ലാം കേൾക്കണ്ടേ സുധാമ? അല്ല പിന്നെ എന്താ ശ്രദ്ധിക്കാത്തത്? എന്താ ഇങ്ങനെ കയ്യിൽ നോക്കിയിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുക സുധാമാവ്, എന്താ കയ്യിൽ നോക്കിയിരിക്കണം? എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഇങ്ങനെ കാണിച്ചു കൊടുത്തൊരു ഗോപികയുടെ ഫോട്ടോ അപ്പോൾ ചോദിച്ചത്ര, കണ്ണ, അപ്പോൾ ഇവിടെ ഗുരുനാഥൻ പഠിപ്പിക്കണമെന്ന് പഠിക്കാണ്ട് ഈ ഗോപികയുടെ ഫോട്ടോ നോക്കിയിരിക്കാം, അവളെ എന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ അവളെ ധ്യാനിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഈ പഠിത്തങ്ങളൊക്കെ പിന്നെ ആവാലോ, അവളെ എന്നെ ധ്യാനിച്ചിരിക്കുമ്പോൾ എനിക്കങ്ങനെ അവളെ ധ്യാനിക്കാണ്ടിരിക്കുകയാണെന്ന്. അതാണ് ഭഗവാന്റെ ഭാവം അല്ലേ? നമ്മൾ ഗുരുവായൂരപ്പനെ ഭജിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴേ അത്രമാത്രം വാത്സല്യം, കാരുണ്യം അത് ഗുരുവായൂരപ്പനുണ്ട് എന്ന് കാണിച്ചു തരികയാണ് ഭഗവതിൽ കൂടി. ആ ജാമ്പവാനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, അന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ രത്നവും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. വേഗം ആ രത്നം മാത്രമല്ല കണ്ണാ, പണ്ട് കുറേ കാലം മുമ്പ് ശ്രീരാമാവതാര കാലത്ത് ഒരു വാക്ക്, ഒരു പത്നി, ഒരു ബാണം, അങ്ങനെയായിരുന്നു. ഏകപത്നി, ഏകബാണം, ഏകവാക്ക്, അങ്ങനെയായിരുന്നു. അവിടുന്ന് എല്ലാം ഒന്നായിരുന്നു. രണ്ടാമതൊന്നില്ല എന്നാണ്. ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ ആ വാക്ക് മാറ്റില്ല. ഒരു ബാണം അല്ലാതെ കണ്ട് രണ്ടാമതൊരു ബാണം ആവശ്യമില്ല അവിടത്തേക്ക്. അങ്ങനെയായിരുന്നു അത്ര. ഏകപത്നിയായിരുന്നു, രണ്ടാമതൊന്നില്ല. അന്ന് എൻ്റെ മകളായിരിക്കുന്ന ആ ജാമ്പവതി അവിടുത്തെ മോഹിച്ചിരുന്നു. അവിടുത്തെ വിവാഹം കഴിക്കാൻ അന്ന് അവിടുന്ന് സമ്മതിച്ചില്ലല്ലോ. കൃഷ്ണാവതാരം വരട്ടെ എന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ ആ നിയമം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ നിയമമൊക്കെ മാറ്റി വെച്ചേക്കാണ് ജാമ്പവാനെ. കാരണം കുറേ ആളുകൾക്ക് ഞാൻ കൃഷ്ണാവതാരത്തിലേക്ക് വരാൻ ചീട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കിയിരിക്കുകയാണ് അത്ര. അതുകൊണ്ട് ഇന്നിപ്പോൾ അത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ വയസ്സിഷ്യായെന്നുള്ള വടി മുട്ടിയാൽ നടക്കുന്നത് കണ്ണൊന്നും കാണില്ല. ആ ത്രേതായുഗത്തിലുള്ള ആളല്ലേ, എന്നാലും അതിനെക്കൂടി അങ്ങോട്ട് തരട്ടെ എന്ന് ചോദിച്ചു പോന്നോട്ടെ. അതാണ് ഏറ്റവും ശ്രേയസ്സായിട്ടുള്ളത്. കാരണം ഇത്രയും കാലം തന്നെ ധ്യാനിച്ചിരിക്കുന്ന ജാമ്പവതിയുടെ ചൈതന്യം എന്തിനില്ല?
ഈ രത്നത്തിനില്ല. കാരണം എന്താ? രത്നത്തിനെ പൂജിച്ചാലേ വിഗ്രഹം ചൈതന്യമുള്ളൂ. നമുക്കതല്ലല്ലോ. നമുക്ക് അകത്തിരിക്കുന്ന വിഗ്രഹത്തിൽ പൂജിച്ചാലേ ചൈതന്യം ഉണ്ടാവുള്ളൂ. നമുക്കത് വേണോ? നമ്മുടെ ഉള്ളിൽ സ്വയമേവ ചൈതന്യം നിറഞ്ഞു നിൽക്കുക, ഭഗവാൻ നിറഞ്ഞു നിൽക്കണു, നമ്മളത് അറിയണില്ല എന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ആ രത്നം പോകണം എന്ന് പറഞ്ഞു. 2 രത്നം കൊണ്ടാണ് ഇത്ര ഭഗവാൻ ഇവിടെ വന്നത്. എല്ലാവരെയും വിളിച്ചു ചേർത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ രത്നം കൊടുത്തോടുകൂടി സത്രാജനാകെ മോശം കേടായി. വേണ്ടിയിരുന്നില്ല, ഭഗവാനെ കുറിച്ച് വേണ്ടാതീനം പറഞ്ഞല്ലോ. കണ്ണാ, എനിക്ക് വേണ്ട ഈ രത്നം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞാനിപ്പോഴാണ് കാണുന്നത്, എന്നിട്ട് കൂടി എനിക്കിപ്പോൾ ആ ചീത്തപ്പേര് ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഭഗവാന്റെ പേരെന്താണെന്നറിയോ? സെമന്തകമനേഹർത്തായേ നമഃ. ആ അഷ്ടോത്തരത്തിലെ ഒരു മന്ത്രം അങ്ങനെയാണ്. സെമന്തകമണേഹർത്തായേ നമ. സെമന്തകമണി കെട്ടവനെ നിൽക്കായിക്കൊണ്ട് നമസ്കാരം പുഷ്പാഞ്ജലി ഇരിക്കുകയാണ്. ഇനി ശ്രീരുദ്രത്തിലുണ്ടൊരു മഹാമന്ത്രം. മഹാദേവന് ധാര അഭിഷേകം ചെയ്യുമ്പോൾ തസ്കരാണാം പതയേ നമ എന്ന് പറഞ്ഞ ഒരു കുടം വെള്ളം ഒഴിക്കുക. ഇങ്ങനെ പറയോ? നമ്മളെയൊക്കെ വിളിച്ചാൽ പടി കൊടുക്കുന്ന വെച്ചാൽ മതി. തസ്കരാണാം പതയേ നമ. എന്തിനാണ് ഭഗവാൻ അപഹരിക്കുന്നത്? നമ്മുടെ മനസ്സിനെയാണ്, അല്ലേ? എല്ലാം മനസ്സിനെയാണെന്ന് അർത്ഥം. ഇവിടെ രത്നമായിട്ടുള്ളതും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിനേതാ അപഹരിക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് മണി കെട്ടവനെ എന്നല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അപ്പോൾ അങ്ങനെ ആ രത്നം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എൻ്റെ മകളായിരിക്കുന്ന സത്യഭാമ അങ്ങോട്ട് തരട്ടെ എന്ന് വെച്ചു. അതിങ്ങോട്ട് വന്നിട്ട് ഇതങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അതിനെ വിവാഹം കഴിച്ചത്ര. അപ്പോഴാണ് ഈ സത്യഭാമയെ മറ്റൊരാൾക്ക് ശവധന്വാവ് എന്ന പേരായിരിക്കുന്ന ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചതാണ്. അത്ര മോതിരമാറ്റമൊക്കെ കഴിഞ്ഞ് വെച്ചതാ. അപ്പോഴാണ് കൃഷ്ണന് കൊണ്ടു കൊടുത്തത്. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ എന്ത് ചെയ്തു? ഉറങ്ങിക്കിടക്കുന്ന സത്രാജൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ആ രത്നം കൊണ്ടുപോയി. അത്ര കൊണ്ടുപോയിട്ട് എന്താ പ്രയോജനം? അയാൾക്കറിയാം ഭഗവാന്റെ സുദർശനം തൻ്റെ പിന്നാലെ വരുന്ന പേടിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? കൃതവർമാവും അക്രൂരനും 2 ഭക്തന്മാർ അവരുടെ മടിയിലിട്ടിട്ട് അയാൾ കാട്ടിലേക്ക് പോയി. അയാളെ ഭഗവാൻ വധിക്കുകയൊക്കെ ചെയ്തു. അക്രൂരൻ രത്നം കിട്ടിയ സമയത്ത് അദ്ദേഹം എന്തു എന്നറിയോ? ആ രത്നം കൊണ്ട് നേരെ കാശിയിലേക്ക് വണ്ടി കയറി. കാശിയിൽ പോയിട്ട് അദ്ദേഹം ദാനപതി എന്ന പേരായിരിക്കുന്ന നല്ലൊരു സന്യാസിയുടെ രൂപത്തിലിരുന്നിട്ട് ഈ രത്നത്തിനെ പൂജിക്കുക അത്ര. എന്നിട്ട് കിട്ടുന്ന സമ്പത്തിനെ എല്ലാവർക്കും ദാനം ചെയ്യും. എല്ലാം ഹരിഭാവനയാ, എല്ലാവർക്കും ദാനം ചെയ്യുന്നതാണ്. ഈ വിവരം പറഞ്ഞപ്പോൾ ഭഗവാൻ വേഗം അക്രൂരനെ ആളയച്ച് വരുത്തി. അക്രൂരൻ പേടിച്ച് വരച്ചാണ് വന്നത്. പക്ഷേ ഭഗവാൻ പറഞ്ഞു, അക്രൂരഭ ഇത്രയും സൽക്കർമ്മം ചെയ്യണില്ലേ, അക്രൂരനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞ് അക്രൂരനെ അനുഗ്രഹിച്ചു എന്നാണ്. കേൾക്കുമ്പോൾ എവിടെയോ നടന്നൊരു കഥയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത് നമ്മുടെ കഥ തന്നെയാണ്, അല്ലേ? ഒരു ജീവന് എത്രയോ കാലം കഷ്ടപ്പെട്ടിട്ടാണ് നല്ലൊരു മനുഷ്യജന്മം കിട്ടുക. ഈ മനുഷ്യജന്മം ആർക്ക് സമർപ്പിക്കണം? നമ്മൾ നാരായണായേതി സമർപ്പയാമി. അങ്ങനെ ജീവിക്കാറാവണം. അതില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവണമെന്നറിയോ? നമ്മൾ ഈ ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് ആ 8 ഭാരം സ്വർണം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം കിട്ടാൻ ഈ ശരീരം കൊണ്ടേ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു പശുവിനോ ഒരാനയ്ക്കോ ഒരു കുതിരയ്ക്കോ വല്ലതും ഐശ്വര്യം ഉണ്ടാവോ? ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ പറയാതെ മാത്രമേ ഉള്ളൂ. ഐശ്വര്യങ്ങളും കിട്ടുന്നത് നമ്മുടെ ഈ മനുഷ്യ ശരീരം കൊണ്ടാണ്. അപ്പോൾ ഈ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? ഇതിനെ പൂജിച്ചുകൊണ്ടിരിക്കുക. ചില ആളുകൾ അങ്ങനെയല്ലേ, എൻ്റെ ശരീരം ഇങ്ങനെ കേമത്വം പറഞ്ഞുകൊണ്ട് നടക്കണം. അങ്ങനെ പൂജിക്കാനുള്ളതല്ല ഈ സാധനം. ഇത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് എന്ന് പറയാം. ചില ആളുകൾ എന്ത് ചെയ്യണു? ഇതിനെ ഒരാഭരണം പോലെ ആത്മാഭിമാനം ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, പ്രസേനനെ പോലെ. ചില ആൾക്കാർ എന്തിനായി ശരീരം എന്നറിയോ? നന്നായിട്ട് ഭുജിക്കണം. അതാണ് ആ സിംഹത്തിനെ പോലെ നന്നായിട്ട് കഴിക്കുക, നന്നായിട്ട് ജീവിക്കുക. ഇതാണ് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നിൽക്കുന്ന ഭാഷയിൽ പറയില്ലേ. അവരുടെയൊക്കെ ജീവിതം അതിനുള്ളതാണെങ്കിൽ ഭക്തന്മാരെന്ത് ചെയ്യുന്നു? ഈ ശരീരം കൊണ്ട് ഗുരുവായൂരപ്പനെ ഭജിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ കൊണ്ട് ഈ ശരീരം കൊണ്ട് എന്ത് ഗുണം എന്ന് വിചാരിക്കണം അത്ര. അപ്പോൾ അക്രൂരനെ പോലുള്ളവർ ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യണു? പരോപകാരാർത്ഥം ഇതം ശരീരം. അപ്പോൾ ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ, അല്ലേ? നമ്മുടെ ഈ ശരീരം കിട്ടിയാൽ എനിക്ക് എന്നുള്ള സ്വാർത്ഥത വെടിഞ്ഞിട്ട് എല്ലാവർക്കും ഗുണം ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയാം. അപ്പോൾ ഭഗവാൻ നമ്മളിൽ കടാക്ഷം പൊഴിയും. ഇങ്ങനെ ഭഗവാൻ ഇപ്പോൾ 3 വിവാഹം കഴിച്ചു. ഒന്ന് രുക്മിണി, 2ാമത് ജാമ്പവതി, 3ാമത് സത്യഭാമ. അപ്പോൾ 3 അവസ്ഥകളെ പറയുകയാണ് കേട്ടോ. ബുദ്ധിയാണ് രുക്മിണിയെങ്കിൽ, പിന്നെ ജാമ്പവതി മനസ്സാണ്, സത്യഭാമ അഹങ്കാരമാണ്. ഒരാൾ അമ്മയുടെ ഉദരത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ 3 അവസ്ഥകളാണ് മനസ്സ്, ബുദ്ധി,
അഹങ്കാരം, ഈ മൂന്നെണ്ണത്തിനെയാണ് ആദ്യത്തെ 3 ഭാര്യമാരായിട്ട് പറഞ്ഞത്. അല്ലാണ്ട് പെണ്ണുങ്ങളായിട്ടൊന്നും കാണാൻ പാടില്ല കേട്ടോ. അങ്ങനെ കണ്ടാലേ ദോഷമാണ്. പെണ്ണുങ്ങളെയൊന്നും കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നും ഗുരുവായൂരപ്പനില്ല എന്നർത്ഥം. കാരണം സ്ത്രീഭാവം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, സ്ത്രീഭാവം നമുക്കേ ഉള്ളൂ, ഭഗവാൻ അതില്ല എന്നർത്ഥം. ഭഗവാൻ എല്ലാവരും ഒന്ന് തന്നെയാണ്. ഒന്നും രണ്ടായിട്ട് കാണാത്ത ആയതുകൊണ്ടല്ലേ ഭഗവാൻ ഇത്രയധികം ഭക്തന്മാരുണ്ടാവുന്നത്. നമ്മളാണ് രണ്ടായിട്ട് കാണുക. ആ ഭാവം മാറി എല്ലാം ഒന്നായിട്ട് കാണാതാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത കഥകളൊക്കെ നമുക്ക് അല്പനേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 12 മണിയാകുമ്പോഴേക്കും സുധാമാവിൻ്റെ വരവാവും. 4 പിടി അവിൽ, അവിൽക്കിഴികൾ, അവിൽപ്പറകൾ, അവിൽ നൈവേദ്യം ഒക്കെ വളരെ ശ്രേഷ്ഠമാണ്. വേണ്ടവരൊക്കെ അത് സമർപ്പിക്കണം. അത് കഴിഞ്ഞൊരു 3 മണിക്ക് മുമ്പായിട്ട് സന്താന ഗോപാലം എന്ന കഥയാണ്. അതിന് വളരെ വിശേഷമാണ്. സന്താന ഗോപാലം പൂർണ്ണത്രേശൻ നിറഞ്ഞനുഗ്രഹിക്കുന്ന ദിവസമാണ്. എത്രയോ അനുഭവങ്ങളാണ് ആ സമയത്ത്. കൈലപ്പഴം നിവേദിക്കുക, തുളസിമാല ചേർക്കുക, അതേപോലെ സന്താനഗോപാല അർച്ചന നടത്തുക. കുട്ടികളില്ലാത്തവർക്ക് ഇഷ്ടം പോലെ നല്ല അനുഭവം നമുക്കുണ്ട് പറയാൻ. അതേപോലെ തന്നെയാണ് ഉള്ള കുട്ടികൾ തല തിരിഞ്ഞ് പോകാണ്ടിരിക്കാനും സന്താനഗോപാല അർച്ചനയൊക്കെ നടത്തുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ ആ സമയത്ത് അതാ വായിക്കുന്ന ശ്ലോകങ്ങൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അത് എല്ലാവരും ശ്രദ്ധയോടുകൂടി വേണ്ടവരൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ